പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കരുണ്യവാനായ ദൈവമേ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് അങ്ങ് അരുളി ചെയ്തു. കർത്താവിൽ ഞങ്ങൾ കണ്ടുവരുന്നത് വളരെ ചുരുക്കം പേരാണ് ഭാരവുമായി ആശ്വാസത്തിനായി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുന്നത്. ധാരാളം പേരെ അവർ വഹിക്കുന്ന ഭാരത്തിൻ്റെ അടിയിൽ ഞെരുങ്ങി ചതഞ്ഞ് തകർന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നു. ഈ വചനത്തിൻ്റെ പൊരുൾ ഗ്രഹിക്കാൻ ഞങ്ങൾ ആരെങ്കിലും കേൾക്കുന്ന ആരെങ്കിലും മാനസികമായി ഏതെങ്കിലും രീതിയിലുള്ള പിരിമുറുക്കത്തിലാണെങ്കിൽ, വിഷാദരോഗത്തിൻ്റെ അടിമത്തത്തിലാണെങ്കിൽ, എന്തു ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥയിലാണെങ്കിൽ, ഈ തിരുവചനത്തിലൂടെ ഇന്നത്തെ ആരാധനയിലൂടെ അവരുടെ മനസ്സിൻ്റെ ഭാരം അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ആ ഭാരം ഏറ്റെടുത്ത് അവർക്ക് ക്രിസ്തു നൽകുന്ന ശാശ്വതമായ ശാന്തിയും സമാധാനവും നൽകുകയും അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുവഴി അവരുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒത്തിരി പേര് അങ്ങ് തിരുവചനത്തിൽ അരുളി ചെയ്തതുപോലെ സാത്താൻ വരുന്ന മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. ആ വഴിയാണ് പലരും സഞ്ചരിക്കുന്നത്. അവരുടെ ഭാരവുമായി സാത്താനെ സമീപിക്കുന്നു. അവർ നിരാശയിലേക്ക് നയിക്കുന്നു. അത് അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് അവർ നയിക്കപ്പെടുന്നു. കർത്താവെ, അങ്ങേക്കൊരു നിമിഷം മതിയല്ലോ ഒരു മകനെ സുഖപ്പെടുത്താൻ. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ലാസറിനോട് അങ്ങ് ഒരേ ഒരു വചനമാണല്ലോ ലാസറെ പുറത്തു വരിക. ശതാധിപൻ പറഞ്ഞല്ലോ, അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ഭൃത്യൻ, വീട്ടിലിരിക്കുന്ന ഭൃത്യൻ സുഖപ്പെടും. ഇന്ന് ഒരു വചനം, അതാരിലൂടെയാണെങ്കിലും അങ്ങയുടെ ഒരു വചനം മതി മനസ്സ് തകർന്നൊരു വ്യക്തിക്ക് പ്രത്യാശയും പ്രതീക്ഷയും ലഭിക്കാൻ, സന്തോഷവും സമാധാനവും ലഭിക്കാൻ. പരിശുദ്ധ അമ്മേ, കാനായിലെ തകർച്ചയിൽ നാം കുടുംബത്തെ രക്ഷിച്ചതുപോലെ ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും കുടുംബത്തെയും അവരുടെ നിരാശയിൽ നിന്ന്, അവരുടെ ആകുലതയിൽ നിന്ന്, അവരുടെ ഉത്കണ്ഠയിൽ നിന്ന് പുത്രൻ്റെ പക്കൽ മാധ്യസ്ഥം വഹിച്ച് ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ഉയർത്തണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നീ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ വാരാന്ത്യ ധ്യാനത്തിൻ്റെ 2-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം നമുക്ക് ഊർജം കിട്ടുന്നത് വിശുദ്ധ ബലി എന്ന് പറഞ്ഞ ലോകത്തിന് മുഴുവൻ രക്ഷയിലേക്ക് നമ്മളെ നയിക്കുന്നതാണ് വിശുദ്ധ ബലി. സഭ അതിനുവേണ്ടി നിലകൊള്ളുന്നു. ക്രിസ്തുവിൻ്റെ രക്ഷ ലോകത്തിന് എത്തിച്ചു കൊടുക്കാൻ സഭ നിലകൊള്ളുന്നു. സഭ സ്വർഗത്തിലല്ല ഭൂമിയിലായതുകൊണ്ട് ഭൂമിയിലെ ഏറ്റക്കുറച്ചിലുകൾ അതെല്ലാം സഭയിലേക്കും കടന്നു വരും. സഭാവിശ്വാസികൾ എല്ലാ തലത്തിലേക്കുള്ള വ്യക്തികൾ കടന്നു വരിക സ്വാഭാവികമാണ്. അത് ധ്യാനത്തിലൂടെ, ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ, കൗദാശി ജീവിതത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് ശുദ്ധീകരിക്കപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ദേവാലയത്തിലെ ദൈവം വസിക്കുന്ന ആലയത്തെക്കുറിച്ചും അത് തെറ്റായ രീതിയിൽ അവിടെ ബലിയർപ്പണം നടക്കുമ്പോൾ അതിൽ സഹകരിക്കുമ്പോൾ അത് കൊള്ളക്കാരുടെ ഗുഹയായി മാറാം. അത് നമുക്കും രാജ്യത്തിനും അനർത്ഥത്തിലേക്ക് നയിക്കപ്പെടാം. ഇതിനെക്കുറിച്ചാണല്ലോ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്, പത്രത്തിലൊക്കെ നമ്മൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് ആത്മഹത്യ. കൊച്ചു കുട്ടികൾ പോലും മൊബൈലിൻ്റെ പേരിൽ, ശാസിച്ചതിൻ്റെ പേരിൽ അങ്ങനെ വഴി തിരഞ്ഞെടുക്കുക. എവിടുന്ന് അവർക്ക് ഇങ്ങനൊരു ഉൾക്കാഴ്ച കിട്ടുന്നത്? മുൻപൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നല്ലോ. നമ്മുടെ കേരളം ഒരു പക്ഷേ ഇന്ത്യയിൽ വെച്ച് എല്ലാം കൊണ്ടും, ഭൂപ്രകൃതി കൊണ്ട്, കാലാവസ്ഥ കൊണ്ട്, സംസ്കാരം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാത്തിലും ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന കേരളത്തിൽ, ഏറ്റവും കൂടുതൽ മാനസിക രോഗികൾ സമതല തെറ്റുന്ന ഒരു കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ള ഒരു പ്രശ്നം? ഇപ്പോൾ നമ്മൾ പത്രത്തിൽ കാണുന്നുണ്ട്, നല്ലൊരു ശതമാനം പേര് വിഷാദ രോഗത്തിന് അടിമയാണ്. വിഷാദരോഗം, ഈ വിഷാദരോഗമാണ് പിന്നെ അവരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. ഈ കുട്ടികൾ 7, 8, 9, 10, 12 വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് എന്ത് വിഷാദ രോഗമാണ്? അവർക്ക് എവിടുന്നോ കിട്ടിയൊരു തെറ്റായ അറിവാണ്. പത്രത്തിൽ നിന്ന് അങ്ങനെ നമ്മൾ കാണുന്നു, അവരാത്മഹത്യ ചെയ്തു, ഇവരാത്മഹത്യ ചെയ്തു. അതിൽ നിന്ന് അങ്ങനെ ഒരു പ്രചോദനം അവരിലേക്ക് കടന്നു വരുവാണെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ബൈബിൾ എന്തായിരിക്കും നമുക്ക് തരുന്ന സന്ദേശം? ഇതിനെക്കുറിച്ച് നമ്മൾ മനഃശാസ്ത്രത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ അവർ ക്ലാസ് മുറിയിൽ നിന്ന് പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് 10 പേരെടുത്ത് പോയാലും 10 പേർക്ക് ഒരേ രീതി തന്നെയായിരിക്കും പറയാനുള്ളത്.
അതേസമയത്ത് നമ്മളെ സൃഷ്ടിച്ച തമ്പുരാൻ നമ്മളോട് പറയുന്നുണ്ട് ഇതിനുള്ള പരിഹാര മാർഗം എന്താണ്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പട്ടണത്തെ കണ്ടപ്പോൾ ഈശോ പറയുകയാണ്, സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പം നിങ്ങളുടെ മനസ്സ്, അത് കാരണം എന്തും ആയിക്കോട്ടെ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഇത്രയും പറയാം. ഇപ്പം നിങ്ങളുടെ മനസ്സ് ഒരു സുനാമി തിരകളടിക്കുന്ന ഒരു കടലിന് സമമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ കാരണം എന്തും ആകാം, അത് നിങ്ങൾക്കറിയാം. ഉറുമ്പിന് ഇറവെള്ളം സമുദ്രം എന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടിക്ക് ആത്മഹത്യ ചെയ്യാൻ മൊബൈൽ നിഷേധിച്ചത് മതി, അവനത് വലിയ കാര്യമായിരിക്കും. അതേസമയത്ത് വേറെ ആൾക്ക് കുറച്ച് മാറി എന്ത് മണ്ടത്തരോ കാണിച്ചതെന്ന് ചിലപ്പോൾ പറഞ്ഞു തന്നിരിക്കും. ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ പത്രത്തിൽ, കള്ളുകുടി കഴിഞ്ഞ് വന്ന് ഭർത്താവ് കിണറ്റിൽ ചാടി, അയാൾ കയറിപ്പോന്നു, കിണറ്റിൽ ചാടിപ്പോന്നു, കയറി വന്ന് നോക്കുമ്പോൾ ഭാര്യ തൂങ്ങി ചത്തിരിക്കുക ഈ സമയത്തിനിടയിൽ. കാരണം ഇത്രയേ ഉള്ളൂ, ചിന്തിക്കാൻ തീരുമാനമെടുക്കാനുള്ള ഭർത്താവ് മരിച്ച ഇനി എന്തിനു ജീവിക്കണം, ഇങ്ങനത്തെ ഒരു സംസ്കാരമാണ് വളർന്നു വന്നിരിക്കുന്നത്. ഈ 2 ദിവസമായിട്ടുള്ള പത്രത്തിൽ ആ വാർത്ത വന്നിട്ട്, അപ്പോൾ ഇതെല്ലാം സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്, ഒരു താളം തെറ്റിയ കാര്യം. നമുക്ക് പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ആധുനിക സംവിധാനമുണ്ട്, പക്ഷേ ഒരു ചെറിയ പ്രശ്നം പോലും തരണം ചെയ്യാൻ പറ്റുന്നില്ല. അതിനകത്ത് ഒളിച്ചോടുകയാണ്, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുക ചെയ്യുന്നു. വിശുദ്ധരായ ആൾക്കാരും ആത്മഹത്യ ചെയ്യാറുണ്ട്. വിശുദ്ധരെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിശുദ്ധരല്ല, അതായത് പ്രാർത്ഥനയുള്ളവർ. നമ്മുടെ കാഴ്ചപ്പാടിൽ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അവരെക്കുറിച്ച് എല്ലാവർക്കും നല്ലതാണ് പറയാനുള്ളത്. ഒരുപക്ഷെ നല്ല സ്ഥാനം വഹിക്കുന്ന വ്യക്തിയെ അങ്ങനെ അധികമൊന്നും കേട്ട് കഴിവില്ല, അവരും ആത്മഹത്യ ചെയ്യുക. അപ്പോൾ ദൈവത്തെ അറിയാത്തതുകൊണ്ടല്ലോ. അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോഴാണ് ഒരു വചനം മനസ്സിൽ വന്നത്, അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. 77-ാം സങ്കീർത്തനമാണത്. ഒരു ഭക്തനാണ്, നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇതുപോലുള്ള സുനാമി തിരകൾ കാരണം എന്താണെന്ന് ഇവിടെ എഴുതിയിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട് അയാൾക്ക്, തരണം ചെയ്യാൻ പറ്റാത്തുള്ള വലിയ പ്രശ്നമായിട്ട് അദ്ദേഹം കടന്നു വരിക. ഞാൻ ദൈവത്തോട് ഉച്ചത്തിൽ നിലവിളിക്കും, അവിടുന്ന് കേൾക്കാൻ ഉച്ചത്തിൽ അപേക്ഷിക്കും. കഷ്ടദിനങ്ങളിൽ ഞാൻ കർത്താവിനെ അന്വേഷിക്കുന്നു, രാത്രി മുഴുവൻ ഞാൻ കൈ വിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. നോക്കുക, മനുഷ്യൻ, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയല്ലേ അതാണ് മനുഷ്യൻ പറയുക. രാത്രി മുഴുവൻ കൈ വിരിച്ചു പിടിച്ച് സർവശക്തനായി ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുക, ഒരാശ്വാസം കിട്ടണ്ടേ? കിട്ടിയില്ല. അതിനകത്ത് നമ്മളതിന് വലിയ സന്ദേശം അതിനകത്ത് ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ദൈവത്തെ ഓർക്കുകയും വിലപിക്കുകയും ചെയ്യുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ മനസ്സിടിയുകയും ചെയ്യുന്നു. കണ്ണ് ചിമ്മാൻ അവിടുന്ന് തന്നെ അനുവദിക്കുന്നില്ല. ഉറക്കമില്ലാത്ത രാത്രികൾ, ചിലർക്ക് ഉറക്കമില്ല. ഒരു രാത്രി നമുക്ക് ഉറക്കമില്ലാതാകുമ്പോഴാണ് എൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. ഉറക്കം എന്ത് വലിയൊരു വരദാനമാണ് ദൈവം തന്നിരിക്കുന്നതെന്ന് നമ്മൾ ബെഡിൽ കിടക്കുമ്പോഴേ ഉറങ്ങുന്ന വ്യക്തിക്ക് അതറിയില്ല. ഒരു രാത്രി നമ്മളൊന്ന് ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കമില്ലാതാകുമ്പോഴാണ് എൻ്റെ വിഷമം അറിയുന്നത്. ആ വ്യക്തി പറയുക, കണ്ണ് ചിമ്മാൻ അവിടെ തന്നെ അനുവദിക്കുന്നില്ല, ഉറക്കമില്ല. സംസാരിക്കാനാകാത്ത വിധം ഞാൻ ആകുലനാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഓർക്കും. ഇതൊരു വലിയ സന്ദേശം നമുക്ക് തരുന്നുണ്ട്. ഈ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് സമാധാനം അയക്കാമായിരുന്നു, അയച്ചില്ല. ആ മനുഷ്യൻ പറയാം, ഒന്നിനും ഞാൻ ചെയ്യാവുന്ന മാനുഷികമായ രീതിയിൽ ദൈവത്തിൽ ആശ്രയിച്ച് എന്തെല്ലാം ചെയ്യാൻ പറ്റി ഇതൊക്കെ ഞാൻ ചെയ്തു, പക്ഷെ ഒന്നിനും എന്നെ ആശ്വസിക്കാൻ പറ്റിയില്ല. അപ്പോഴദ്ദേഹം പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ഓർക്കും. ഇത് നമുക്കൊരു വലിയ ചിന്ത തരുന്നുണ്ട്. എന്താണ് അയാൾ ഓർത്തത്? എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ കഴിഞ്ഞ കാലങ്ങളെ ഓർക്കുന്നു, പണ്ടത്തെ സംവത്സരങ്ങളെ സ്മരിക്കുന്നു, രാത്രിയിൽ ഞാൻ ഗാഢചിന്തയിൽ മുഴുകുന്നു, ഞാൻ ധ്യാനിക്കുകയും എൻ്റെ ആത്മാവിൽ ഈ ചോദ്യം ഉയരുകയും ചെയ്തു, കർത്താവ് എന്നേക്കുമായി തള്ളിക്കളയുമോ? ഇനി ഒരിക്കലും അവിടുന്ന് പ്രസാദിക്കില്ലേ? ഇത് എന്നേക്കും ദൈവം എന്നെ കൈവിട്ടതാണോ? എന്തുകൊണ്ടാണ് എൻ്റെ നേർച്ച കാഴ്ചകൾ, എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ ഉപവാസങ്ങൾ, എൻ്റെ ധ്യാനങ്ങൾ, എത്രയോ നൊവേനയ്ക്ക് പോയി, എവിടെയൊക്കെയോ പോയി പ്രാർത്ഥിച്ചു, എന്നേക്കുമായിട്ട് ദൈവം കരുണ എന്നെ കൈവിട്ടതാണോ? ഒരു സംശയം ഉദിക്കുക. അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുവോ? അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ? കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ? അവിടുന്ന് കോപത്താൽ തൻ്റെ കരുണയുടെ വാതിൽ അടച്ചു കളഞ്ഞുവോ? ഇങ്ങനെയുള്ള ചിന്തകളാണ് മനസ്സിൽ വരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം കണ്ടെത്തി, ഞാൻ ചെയ്യേണ്ടത് ചെയ്യാത്തതുകൊണ്ടല്ല, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖകാരണം. ഇതെത്ര പേര് ഇത് കണ്ടെത്തുന്നുണ്ട്, ഈ രഹസ്യം കണ്ടെത്തുന്നുണ്ട്? നമ്മുടെയൊക്കെ ദുഃഖകാരണം വേറെയാണ്. ഒരു മരുമകളുടെ ദുഃഖകാരണം അമ്മായിമ്മയുടെ പിടിപ്പുകേടാണ് ആ മരുമകളുടെ ദുഃഖകാരണം. ഈ അമ്മായിമ്മ ഇതിനേക്കാൾ വലിയ ഭദ്രകാളിയാണെങ്കിലും ഈ ഭദ്രകാളികളുടെ സുഖം സ്വർഗം പോലെ കഴിയാനുള്ള കൃപ തരാൻ ദൈവത്തിന് സാധിക്കും. ആ അത്യുന്നത ശക്തി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഭാര്യയാണ് പ്രശ്നം, ഈ ഭർത്താവാണ് പ്രശ്നം, ഈ മക്കളാണ് പ്രശ്നം, ഈ അയൽവാസിയാണ് പ്രശ്നം, ഈ ഓഫീസിലെ ബോസാണ് പ്രശ്നം, ഇവരിലൊക്കെയാണ് നമ്മൾ കുറ്റം ആരോപിക്കുന്നത്.
ഇവരൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ഈശോ പറഞ്ഞില്ലേ, കല്ലും മുള്ളും ഒക്കെ നിൻ്റെ കൂടെ ഉണ്ടാകും, പട്ടുവിരിച്ച പാതയൊന്നുമല്ല. ഈ പറഞ്ഞ പ്രതികൂല സാഹചര്യങ്ങളും വ്യക്തികളും മരണം വരെ ഉണ്ടാകും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണ്, അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ ഓർമ്മിക്കും, പണ്ടങ്ങ് ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ സ്മരിക്കും. ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും. ഞാൻ അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെപ്പറ്റി ചിന്തിക്കും. നമ്മളിൽ തന്നെ കിടപ്പുണ്ട് ശക്തി എന്നുള്ളത്, വേറെ ആളുടെ കയ്യിലല്ല. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് ഓരോ വ്യക്തിയിലും ദൈവം അത് നിക്ഷേപിച്ചിട്ടുണ്ട്. ഇപ്പം അദ്ദേഹം രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് മനസ്സിന് സമാധാനമല്ല കിട്ടിയത്. ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റി, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണമെന്ന് മനസ്സിലാക്കി. അതിന് അദ്ദേഹം ചെയ്തത്, ഇന്ന് വരെ ദൈവം എന്നെ നയിച്ച വഴി ഒന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ വലിയ അനർത്ഥങ്ങളിൽ ദൈവം എന്നെ കൈപിടിച്ച് നയിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ യേശു മലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെ അക്കരയ്ക്ക് അയച്ചത്, നിങ്ങൾ അക്കരയ്ക്ക് പോയിക്കൊള്ളുക. ആ രാത്രിയാണ് കടലിൽ വലിയ കൊടുങ്കാറ്റുണ്ടാകുന്നത്. ഈ കൊടുങ്കാറ്റും കോളുകളൊക്കെ ഒക്കെ ഉണ്ടായപ്പോൾ അവരുടെ മാനുഷികമായ ശക്തി കൊണ്ട് രക്ഷപ്പെടാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു പരാജയപ്പെടുക. മരണം നിശ്ചയമാണ്. അക്കരയ്ക്ക് അയച്ച കർത്താവിനറിയാം ശിഷ്യന്മാർ കടലിലാണ്, ഇപ്പം നല്ല കാറ്റുണ്ട്, അവർ പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നു. അവരെ സഹായിക്കണം. അവിടെ വേറെ വള്ളങ്ങളൊന്നുമില്ല, അവിടത്തേക്ക് അത് ആവശ്യവുമില്ല. കടൽ അലകളുടെ മീതെ നടന്നു വരിക. ദൂരെ വെച്ച് തന്നെ പത്രോസ്ലിയ കാണുന്നു, കടൽ അലകളുടെ മീതെ ഒരു ആൾരൂപം നടന്നു വരിക. മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ അന്നൊരു വിശ്വാസമുണ്ട്, കടലിൽ കപ്പൽ തകർന്നാൽ രക്ഷപ്പെടാം, കടൽ ഭൂതത്തെ കണ്ടാൽ ഒരിക്കലും രക്ഷപ്പെടില്ലെന്നൊരു വിശ്വാസമുണ്ട്. ഇപ്പം ഈശോയെ കണ്ടപ്പോൾ പത്രോസ്ലിയും കൂട്ടരും വിളിച്ചു പറയുകയാണ്, ദാ ഭൂതം വരുന്നതെന്ന് പറഞ്ഞാണ് അവർ കരയുന്നത്. അപ്പോൾ ഈശോ പറയുകയാണ്, ധൈര്യമായിരിക്കുക, ഞാനാണ്. അപ്പോഴേ ഒരു ഉറപ്പ് കിട്ടുന്നില്ല. ഒരു ഉറപ്പിന് വേണ്ടി പത്രോസ്ലിയ പറയുകയാണ്, അങ്ങാണെങ്കിൽ എന്നോടും കൂടി ഈ കടലിന് മീതെ നടന്നു വരാൻ കൽപ്പിക്കുക. ഉള്ളൊരു തീരുമാനം എടുത്തതാണ്. അത് പ്രേതമാണ് എങ്കിൽ എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ താഴും. അത് യേശുവാണെങ്കിൽ എനിക്ക് നടന്നിയല്ല. ഒറ്റ വചനം, വരൂ. ആ പത്രോസിനെ ആ വചനത്തിൽ ആശ്രയിച്ച് ഈ വരൂ എന്ന് കൽപ്പിച്ചവൻ്റെ മുഖത്ത് ദൃഷ്ടി ഉറപ്പിച്ച് ആ കടലിന് മീതെ നടന്നു ചെല്ലുക. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ മനുഷ്യരാണ്, മാനുഷ്യമായ ബലഹീനത നമ്മളുടെ മരണം വരെ കൂടപ്പുറപ്പായിട്ടുണ്ടാകും. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ പത്രോസ്ലിയ വലിയ ഇരമ്പൽ കേട്ട്, തിരമാലകളുടെ ഇരമ്പൽ കേട്ട് ആ നോക്കുന്ന സമയത്ത് ഭയന്നുപോയി. പെട്ടെന്ന് സുബോധമുണ്ടായി. മോനെ, നീ എത്ര മീറ്റർ ഇപ്പോൾ ഇവിടെ കടലിൽ എത്ര ആഴമുണ്ടെന്ന് നിനക്കറിയുമോ? ഇത് വേറെ ഇപ്പോൾ ഒരു പക്ഷേ ചുങ്കം പിരിക്കുന്ന മത്തായിയോ അല്ലെങ്കിൽ ഡോക്ടർ ലൂക്കയോ ഈ മണ്ടത്തരം കാണിക്കുകയാണെങ്കിൽ സാരമില്ല. നീ കടലുമായിട്ട് ബന്ധമുള്ളവനാ. ഇത്രയും കടലിൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്ത് നീ കടലിന് മീതെ നടക്കുന്നു. ആ സെക്കൻഡിലാണ് പത്രോസ്ലിയ താഴേക്ക് പോയത്. ആ പോകുന്ന വഴിക്ക് തന്നെ നിലവിളിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുത്തേക്ക് കൈ നീട്ടിക്കൊടുക്കുന്നുണ്ട്, കർത്താവെ രക്ഷിക്കണേ. കയറെടുക്കുന്നതിന് മുൻപ്, വിഷക്കുപ്പി അന്വേഷിക്കുന്നതിന് മുമ്പ്, കിണറ്റി ചാടുന്നതിന് മുമ്പ്, റെയിൽവേ ട്രാക്കിലേക്ക് ഓടുന്നതിന് മുൻപ് ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് കരം നീട്ടിക്കൊടുത്താൽ എത്ര വിഷാദരോഗി ആയിക്കോട്ടെ, എത്ര ഡിപ്രഷനുള്ള ആളായിക്കോട്ടെ, അതൊക്കെയാണല്ലോ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അവിടെ ഒരു ഉത്തരം കിട്ടുക. ഈ മനുഷ്യൻ്റെ മാനസികാവസ്ഥ എന്താ? ഇതാ കടലിലേക്ക് താണു കർത്താവ് ദൂരെയാണ് നിൽക്കുന്നത്. യേശു ചോദിക്കേണ്ട, കൈക്ക് പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കടന്നു വന്ന്, അല്പവിശ്വാസി, നീ സംശയിച്ചതെന്ത്? ഇതിനിടയ്ക്ക് പത്രോസ്ലിയയ്ക്ക് ചില ബോധ്യങ്ങൾ കിട്ടുന്നുണ്ട്. എന്താ മോനെ നിൻ്റെ വീഴ്ചയ്ക്ക് കാരണം? നീ ജീവിതം വെറുക്കാൻ കാരണം എന്താ? ഇനി ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ലെന്ന് നീ വിചാരിക്കാൻ കാരണം എന്താ? നീ പ്രതികൂല സാഹചര്യത്തിലേക്ക് മാത്രമാണ് ഇപ്പം നിൻ്റെ ശ്രദ്ധ. തിരമാലയുടെ ഉയരമാണ് നീ അളക്കുന്നത്, കടലിൻ്റെ ആഴമാണ് നീ അളക്കുന്നത്. ഈ കൂട്ടരാണ് ആത്മഹത്യ ചെയ്യുന്നത്. എൻ്റെ മുമ്പിലുള്ള പ്രതിസന്ധിയും ഞാൻ നടക്കുന്ന സ്ഥലത്തെ വീടിൻ്റെ ആഴവും അതിൻ്റെ ഗൗരവവും അത് മാത്രം ചിന്തിക്കുന്നവരാണ്. അവർക്കാണ് ഡിപ്രഷൻ. അവരാണ് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആ സമയത്ത് പത്രോസിലേക്ക് മനസ്സിലായി, മോനെ നിൻ്റെ വഞ്ചി എവിടെ കിടക്കുന്നു? എൻ്റെ വഞ്ചി അങ്ങ് അകലെയാണ് കിടക്കുന്നു. അവിടുന്ന് എങ്ങനെയാണ് നീ ഇവിടം വരെ വന്നത്? ഇതാ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ പണ്ടത്തെ കാര്യം ഓർക്കും. ഈ പ്രശ്നം വരുന്നതിന് മുൻപ് ദൈവം എന്നെ വഴി നടത്തിയ രീതി ഞാൻ ഓർക്കും. അപ്പോഴദ്ദേഹത്തിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് നിറയുക. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ പാരച്ചൂട്ടിൽ സമാധാനം ഇട്ട് കൊടുക്കുകയല്ല ചെയ്തത്. അതൊക്കെ അദ്ദേഹം പറഞ്ഞു, രാത്രി മുഴുവൻ ഞാൻ കൈ വിരിച്ചു പിടിച്ചു, ഒന്നിനും എന്നെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല, ഉറങ്ങാൻ പറ്റിയില്ല. അയാൾ ഉപവസിക്കുന്ന മനുഷ്യനാ, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാ, ദൈവനാമം വിളിച്ച് അപേക്ഷിക്കുന്ന വ്യക്തിയാ, സൗഖ്യം കിട്ടിയില്ല. എന്നാൽ ഒരു പോയിന്റ് കണ്ടെത്തി, അത്യുന്നതൻ്റെ ആ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം.
കാരണം എനിക്ക് ചുറ്റും ഇതിനേക്കാൾ പ്രശ്നമുള്ള വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. അവരാരും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ. എനിക്ക് ചുറ്റും ഇതിനേക്കാൾ പ്രയാസമുള്ള വ്യക്തികൾ ജീവിക്കുന്നുണ്ട്. ഒരിക്കലും കുട്ടി കാലത്ത് അവന് വാശി പിടിച്ചതാണ് മാതാപിതാക്കളുടെ അടുത്ത്. അവന് സ്കൂളിൽ പോകണമെങ്കിൽ ഒരു ജോഡി പുതിയ ചെരുപ്പ് ആവശ്യമാണെന്നാണ് അവൻ പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ചെരുപ്പ് അവനുണ്ട്. പക്ഷെ അവൻ വാശി പിടിക്കുക, കിട്ടിയാലേ പോകൂ. അമ്മ എത്ര ഉപദേശിച്ചിട്ട് അവൻ കൂട്ടാക്കുന്നില്ല. അപ്പൻ കുറച്ച് ഉപദേശിച്ച് നോക്കി, പോലെന്ന് കണ്ടപ്പോൾ 2 അടിയൊക്കെ കൊടുത്തു. ആ അടിയും കൊണ്ട് അവൻ അങ്ങനെ മുറിയിൽ പോയി നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴത് സ്കൂളിൽ കുട്ടികൾ പോകുന്ന സമയമായി. ഇവൻ റോഡിലേക്ക് നോക്കിയപ്പോഴൊരു നല്ല പാട്ട് കേട്ട് റോഡിലേക്ക് നോക്കിയപ്പോൾ ഇവൻ്റെ സ്കൂളിൽ പഠിക്കുന്നൊരു കുട്ടിയെ, ആ കുട്ടിയുടെ ഒരു കാല് പോളിയോ ബാധിച്ചിങ്ങനെ തളർന്ന് ആടിക്കളിക്കും. ഒരു കാലേ തറയെ തൊടുന്നുള്ളൂ. ഒരു കമ്പിൻ്റെ സഹായത്തോട് ചാടിയാണ് ആ കുട്ടി സ്കൂളിലേക്ക് വരുന്നത്. ആ കുട്ടിയാണ് ഈ പാട്ട് പാടിക്കൊണ്ടുവരുന്നത്. ഇവനെന്നും ആ കുട്ടിയെ കാണാറുള്ളതാണ്. പക്ഷെ അന്നൊന്നും അവൻ ചിന്തിച്ചില്ല. ഇപ്പോഴവൻ അവൻ്റെ അവസ്ഥയായിട്ടൊന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും നോക്കുക, ആ പാപത്തിന് ഒരു കാലേ ഉള്ളൂ. ആ ഒരു കാലിൽ പോലും അണിയാൻ ചെരുപ്പില്ല. എന്നിട്ട് അവൻ സന്തോഷമായിട്ട് പാട്ടും പാടി സ്കൂളിലേക്ക് പോകുന്നു. എനിക്ക് ആരോഗ്യമുള്ള 2 കാലുണ്ട്, ചെരുപ്പുമുണ്ട്, കുറച്ച് പഴയതാന്നേ ഉള്ളൂ. അവൻ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് അവൻ ശാന്തനായി അമ്മയോട് ഭക്ഷണം എടുക്കാൻ പറഞ്ഞു. അവൻ സ്കൂളിലേക്ക് പോയി. ഇതുകൊണ്ടാണ് ഹെബ്രായർ 12 പറയുന്നത്, നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും നമുക്ക് നീക്കിക്കളയാം. നമ്മൾ ഉന്നതത്തിലേക്ക് നമ്മൾ മിത്തലിനെ നോക്കിയിട്ടും മറ്റവരെ ഇവരെയും നോക്കിയിട്ട് താരതമ്യപ്പെടുത്തിയിട്ട് അതെനിക്കില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ മോങ്ങാനുള്ള വക നമുക്കുണ്ട്. അതേ സമയത്ത് നമുക്ക് ചുറ്റും നമ്മൾ നോക്കുമ്പോൾ എത്രയോ സാക്ഷികളുണ്ട്. അതിൽ നിന്നാണ് പാഠം ഉൾക്കൊള്ളേണ്ടത്. ഇപ്പോൾ പത്രോസിലേട്ട് നോക്കിയിട്ട് പറയാണ്, നിൻ്റെ വഞ്ചി അവിടെ കിടക്കുന്നു, നീ അവിടുന്ന് ഇവിടം വരെ അങ്ങനെ വന്നു, കടലിൻ്റെ അലകളുടെ മീതെ നീ വന്നു. ഇപ്പം നിൻ്റെ വീഴ്ചയ്ക്ക് കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞാൻ അവിശ്വസിച്ചു. വരൂ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ വചനം വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ പ്രതികൂല സാഹചര്യത്തിൽ ഇവിടം വരെ വന്നത്. പിന്നെ എൻ്റെ ദൃഷ്ടി എൻ്റെ കർത്താവിൻ്റെ മുഖത്തായിരുന്നു. അപ്പോൾ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം നോക്കണ്ടവൻ്റെ മുഖത്തും ദൃഷ്ടി മാറ്റിയോ. സങ്കീർത്തനം പറയുന്നുണ്ടല്ലോ, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. ആ കർത്താവിൻ്റെ മുഖത്തും ദൃഷ്ടി മാറിയോ? ലോകത്തിലേക്ക് പതിഞ്ഞിട്ടുണ്ടോ? അവനിലേക്കും അവളിലേക്കും പതിഞ്ഞിട്ടുണ്ടോ? അതിലേക്കും ഇതിലേക്കും പതിഞ്ഞിട്ടുണ്ടോ? എങ്കിലിവിടെ അസ്വസ്ഥതയുണ്ടാകും. അപ്പോൾ അവിടെ വീണ്ടും അതാണ് നമ്മൾ കണ്ടത്. ലൂക്കായുടെ സുവിശേഷം 19 സമാധാനത്തിനുള്ള ആ മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ലൂക്ക 19:41 അവൻ അടുത്ത് വന്ന് പട്ടണം കണ്ടപ്പോൾ അതിനെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിലുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ, എന്നാൽ അവ ഇപ്പോൾ നിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനൊരു പണിയുണ്ട്. അതിനെ പ്രാർത്ഥനയൊക്കെ ദൃഷ്ടിയിൽ നിന്നും മറയ്ക്കപ്പെടുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ നല്ല മനുഷ്യനാണ്, ദൈവവുമായിട്ട് ബന്ധമുള്ള മനുഷ്യനാണ്, പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിനും പ്രശ്നമുണ്ടായിരുന്നു. പ്രാർത്ഥനയിലൂടെ അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിലും കാരണം കണ്ടെത്തി. അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം എന്ന് കണ്ടെത്തി. പിന്നെ അദ്ദേഹം ചെയ്ത് തന്നിൽ തന്നെ ദൈവം നിക്ഷേപിച്ച് ശക്തി കണ്ടെത്തുക. അതെങ്ങനെയാണ് കണ്ടെത്തിയത്? ഇതുവരെ ദൈവം എന്നെ നയിച്ച രീതി ഞാൻ ഓർക്കും. കുട്ടിക്കാലം മുതൽ ദൈവം എന്നിലും എൻ്റെ കുടുംബത്തിലും ഒരു 10, 20, 30 വർഷം മുൻപ് എൻ്റെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്തായിരുന്നു, ഇന്ന് അവിടുന്ന് എന്തുമാത്രം ദൈവം എന്നെ നയിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു. ഇതൊന്നും ബാങ്കിൽ വലിയ ഡിപ്പോസിറ്റ് വെച്ച് ഞാൻ തുടങ്ങിയതല്ലല്ലോ. അവിടുന്ന് ഇങ്ങനെ ദൈവം എന്നെ നയിച്ചില്ലേ? അത് കിട്ടിയപ്പോൾ അയാളുടെ മനസ്സിൻ്റെ ഭാരം മാറുക ചെയ്യുന്നു. ഇനി മറ്റൊരു പെൺകുട്ടി, അത് തോബിത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ പെൺകുട്ടിയെ പറയുന്നുണ്ട്. അവൾ നല്ല കുട്ടിയാണ്. പക്ഷേ കല്യാണം കഴിക്കും, ആദ്യ രാത്രി തന്നെ ഒരു പിശാച് അവളുടെ ഭർത്താവിനെ കൊല്ലും. രാത്രി തന്നെ. അങ്ങനെ ഓരോ രാത്രിയിലും ഓരോ ഭർത്താക്കന്മാരെ അവൾക്ക് ലഭിക്കുന്നു, അതിനെ പിശാച് കൊല്ലുന്നു. അപ്പോൾ തോഴിമാർ പോലും പരിഹസിച്ച് പറഞ്ഞു. 3-ാം അധ്യായത്തിൻ്റെ 7-8 മുതലുള്ള വാക്യങ്ങൾ. 7 പ്രാവശ്യം വിവാഹം ചെയ്തവൾ, എന്നാൽ അവളെ പ്രാപിക്കുന്നതിന് മുൻപ് ഓരോ ഭർത്താവിനും അസ്മോദേവുസ് എന്ന ദുഷ്ടപിശാചനാൽ വധിക്കപ്പെട്ടിരുന്നു. അതിനാൽ പരിചാരികമാർ അവളോട് ചോദിച്ചു, നീ തന്നെയല്ലേ ഭർത്താക്കന്മാരെ കഴുത്ത് ഞെരിച്ച് കൊന്നത്? 7 പേരെ നിനക്ക് ലഭിച്ചു, എന്നാൽ ആരുടെയും നാമം ധരിക്കാൻ നിനക്ക് ഇടയായില്ലല്ലോ. ഞങ്ങളെ തല്ലുന്നത് എന്തിനാണ്? അവർ മരിച്ചെങ്കിൽ നീയും അവരോടൊപ്പം പോകുക. നിൻ്റെ മകനെയോ മകളെയോ കാണാൻ ഞങ്ങൾക്കിടവരാ. വേലക്കാരികളാണ് പറയുന്നത് യജമാനത്തിയോട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവളുടെ മനസ്സിൽ തോന്നിയ ചിന്ത തൊട്ട് താഴെ പറയുന്നത്, ഇതെല്ലാം കേട്ടുണ്ടായ ദുഃഖത്തിൻ്റെ ആധിക്യത്താൽ തൂങ്ങി മരിച്ചു കളയാമെന്ന് പോലും അവൾക്ക് തോന്നിപ്പോയി. എങ്കിലും അവൾ പുനർവിചിന്തനം ചെയ്തു. പുനർവിചിന്തനം പ്രധാനപ്പെട്ടൊരു കാര്യം.
ഭർത്താവ് കള്ളുകൂടി വന്ന് കിണറ്റിൽ ചാടി, അയാൾ കിണറ്റിൽ നിന്ന് വന്നപ്പോൾ ഭാര്യ തൂങ്ങിച്ചത്ത്. ഇതിനിടയിൽ പുനർവിചിന്തനമില്ല. ഇതിൻ്റെ എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ. ഒരു ഭർത്താവ് കിണറ്റിൽ ചാടിയാൽ അതിന് രക്ഷിക്കാനുള്ള വഴി ആൾക്കാരെ വിളിച്ചു കൂട്ടുക, ആ ഭാഗമല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ ഈ കുട്ടി മരിക്കാത്തത് എന്താണ്? അവൾക്ക് ഇനി ഭൂമിയിലൊന്നും പ്രതീക്ഷിക്കാനില്ല, അപമാനം മാത്രമേ ഉള്ളൂ. എന്താണ് അവൾ പുനർവിചിന്തനം ചെയ്തത്? എന്താണ് അവൾ വിചാരിച്ചത്? ഇങ്ങനെയാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഞാൻ പിതാവിൻ്റെ ഏക മകളാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ അവൻ അപമാനകരമായിരിക്കാം. വൃദ്ധനായ എൻ്റെ പിതാവ് വേദന കൊണ്ട് മരിക്കും. ഈ ആത്മഹത്യ ചെയ്യുന്ന വ്യക്തികൾ, ഈ ഒരു ചിന്ത ഒരു നിമിഷം ആ വ്യക്തിയുടെ ഉള്ളിൽ വന്നാൽ, ഒരു മനുഷ്യത്വമുള്ള വ്യക്തിയാണെങ്കിൽ മരിക്കാൻ പറ്റുമോ? ഞാൻ ശരിയാണ്, ഞാനിപ്പം തൂങ്ങിച്ചത്താൽ എനിക്ക് ഇതിന് പ്രശ്നത്തിന് പരിഹരിക്കാം. പക്ഷെ എൻ്റെ ഭാര്യ, ആ ഭാര്യയോട് സ്നേഹം ഉണ്ടെങ്കിൽ, എൻ്റെ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ, അവരുടെ വേദനയുടെ 100% ഇദ്ദേഹത്തിന് മനസ്സിലാക്കാൻ പറ്റിയാൽ ഏത് പ്രതിസന്ധിയിലും അവൻ തരണം ചെയ്യില്ലേ? അപ്പം സംഭവിക്കുന്നത് എന്താണ്? ഒരു ഓട്ടമാണ്. ഒരു പ്രശ്നം വരുമ്പോഴേക്കും ഒരു ഓട്ടമായി അങ്ങോട്ട്. അവിടെയാണ് യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞത്, കള്ളൻ വരുന്നത് മോഷ്ടിക്കാനും നശിപ്പിക്കാനും കൊല്ലാനുമാണ്. എപ്പോഴാണ് കള്ളൻ വരുന്നത്? അവൻ അനുകൂലമായ സാഹചര്യത്തിൽ. മനുഷ്യ മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവൻ പറഞ്ഞു കൊടുക്കുന്ന വഴി ഇതാ. പക്ഷെ കർത്താവ് പറയുന്ന വഴി എന്താണ്? മത്തായിയുടെ സുവിശേഷം 11:28 മുതലുള്ള വാക്യങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ. 2 വഴിയുണ്ട്. ഒന്നുകിൽ പിശാചിൻ്റെ വഴി, അവൻ്റെ ഉപദേശം കേട്ട് ഇങ്ങനെ ആത്മാവ് നഷ്ടപ്പെടുത്താം, കുടുംബത്തെ കുട്ടിച്ചോറാക്കാം. അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുമായിട്ട് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരാം. പലപ്പോഴും ഫോണിൽ കൂടിയും അല്ല, ഇങ്ങനെയുള്ള സമയത്ത് ഫോൺ വരാറുണ്ട്. അവർ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അവരോട് പറയാറുള്ളത്, എൻ്റെ ഉപദേശമൊന്നും അവർക്ക് മതിയായതായിരിക്കില്ല. നിങ്ങളുടെ അടുത്ത് പള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ദേവാലയത്തിൽ പോയി കുറച്ച് സമയം ചെലവഴിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, ഇല്ലെങ്കിൽ ഒന്നും പ്രാർത്ഥിക്കേണ്ട. സക്രാരിയെ നോക്കി 1/2 മണിക്കൂർ നിങ്ങളിരിക്കുക. ഇന്ന് വരെ ഞാൻ പറഞ്ഞു വിട്ട ആരും ഈ വഴി തിരഞ്ഞെടുത്തിട്ടില്ല. അതാ സമാധാനത്തെ മാർഗം. ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. പെട്ടെന്ന് തുണ്ടൻ രണ്ടെന്നുള്ള തീരുമാനമാണ് പലരും എടുക്കുന്നത്. എവിടെയെങ്കിലും മാധ്യമങ്ങളിൽ കാണുന്ന അവർ ചത്തു ഇവർ ചത്തു കേട്ട ആ വഴിയല്ല നമ്മൾ പിന്തുടരേണ്ടത്. അപ്പം വിഷാദരോഗം കൂടിക്കൂടി വരികയാണെങ്കിൽ നമ്മുടെ രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവും പുതിയ നിയമത്തിൽ 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട. ഒരു ദിവസം ഒരു പ്രാവശ്യം വെച്ച്. അപ്പോൾ എനിക്ക് ഭയമുണ്ടെങ്കിൽ, ഉത്കണ്ഠയുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ ജീവിതം തകർന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ആ സമയത്ത് പിശാച് മുതലെടുക്കും. നീ എന്തിനാ ജീവിക്കുന്നത്? അവനെ കൊലപാതകം അടുത്ത നാളുകളിൽ പെരുകി വരിക. ഒരു വിലയില്ല മനുഷ്യനെ ഇങ്ങനെ ഒരു നടു റോട്ടിലിട്ട് പകല് വെട്ടിക്കൊല്ലുന്ന അവസ്ഥ, വീട്ടിൽ കയറി വെട്ടിക്കൊല്ലുന്ന അവസ്ഥ, അതിങ്ങനെ പെരുകി വരിക. അതുപോലെ സ്വയം നശിക്കുന്ന അവസ്ഥ. ഇത് കള്ളൻ്റെ പണിയാണ്. അവനിന്നിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന മാമുദീസായിലൂടെ, ജ്ഞാനസ്നാനത്തിലൂടെ, സൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ കൃപ മോഷ്ടിക്കുക. കള്ളൻ വരുന്നത് മോഷ്ടിക്കാൻ, അതിനുശേഷം ഇഞ്ചിഞ്ചായിട്ട് നശിപ്പിക്കാനാണ് അവൻ വന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാൻ, അത് സമൃദ്ധമായിട്ടുണ്ടാകാനായിട്ട് ആണ് വന്നത്. ഒരു സഹോദരി, ഇന്ന് കേരളത്തിൽ ഒത്തിരി വചന ശുശ്രൂഷ നടത്തുന്ന ഒരു സഹോദരിയാണ്. അന്ന് ഹൈന്ദവ ഒരു സഹോദരിയായിരുന്നു, ലാബിൽ ജോലി ചെയ്യുന്നു. മനസ്സിന് വലിയ താങ്ങാൻ പറ്റാത്ത ഭാരമായി, മരിക്കാനായിട്ട് തയ്യാറായി കയറുമായിട്ട് മരത്തിലൊക്കെ കുടുക്കി കഴുത്തിലിടുന്ന സമയത്ത് ഒരു സ്വരം കേൾക്കുകയാണ്, നീ എന്തിനു മരിക്കണം? ഇതാണ് ചോദ്യം. പെട്ടെന്ന് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കൺവെൻഷനിൽ വന്ന് മാമുദീസ സ്വീകരിച്ച് ഇന്ന് ആ കുടുംബം ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. ഒരേ ഒരു ചോദ്യം, നീ എന്തിനു മരിക്കണം? മറ്റൊരു വ്യക്തി വയനാട്ടിൽ നിന്നാണ്. അദ്ദേഹം നാട്ടിൽ നിന്ന് തൊടുപുഴയിൽ നിന്ന് വയനാട്ടിൽ വന്ന് താമസിക്കുകയാണ്. തകർച്ച വന്നു, ആത്മഹത്യ ചെയ്യണം. അപ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മനസ്സിലൊരു ചിന്ത വന്നത് ഇതാണ്, നാട്ടിൽ പോയി എല്ലാവരെയും ഒന്ന് കണ്ട് വന്നിട്ട് ആത്മഹത്യ ചെയ്യാൻ എന്നോട് പറഞ്ഞ കാര്യം. അങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോൾ കുറ്റിപ്പുറം, ഇപ്പോൾ അവിടെ ഓവർബ്രിഡ്ജ് ഉണ്ട്, അന്ന് അതില്ലായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുക, ട്രെയിൻ വരുന്ന സമയമായതുകൊണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി നാട്ടിലൊന്നും പോകണ്ട, ആരെയും കാണണ്ട, പറ്റിയ അവസരമാണ്, വലിയ വേദന ആവശ്യം വരില്ല. അപ്പോൾ ഒരു ചെറിയ വളവുണ്ട് അവിടെ ട്രെയിൻ വരുന്നിടത്ത്. ഇദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ആ വളവിൽ നിന്ന് ചാടാൻ വേണ്ടി പോവുക. അവിടെ ഈ പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ഒരു ശക്തമായ സന്ദേശം, തിരിച്ചു നടക്കുക. ഇത്രയേ ഉള്ളൂ, തിരിച്ചു നടക്കുക. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം വന്നു, ഇറങ്ങി അതേ സീറ്റിൽ, അദ്ദേഹത്തിൻ്റെ സീറ്റിൽ അദ്ദേഹം ഇരുന്നു.
ട്രെയിൻ കടന്നുപോയി, ഗേറ്റ് തുറന്നു. അദ്ദേഹവും ദൈവാനുഭവത്തിലേക്ക് വന്ന് കുറേ കാലം ഡിവൈനിലുണ്ടായിരുന്നു. മാധ്യസ്ഥ പ്രാർത്ഥനയിലും കൗൺസിലിംഗും ഒക്കെ ആയിട്ട് ഡിവൈനിലുണ്ടായിരുന്നു. ഒരു നീ എന്തിനു മരിക്കണം, നീ തിരിച്ചു നടക്കുക. 100 വ്യക്തികളുടെ അനുഭവത്തിൽ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് ഇടപെടാനുള്ള സമയം പോലും പലരും കൊടുക്കാറില്ല. ദൈവം ചില വ്യക്തികളിലൂടെ ചില സംഭവം ഇങ്ങനെ സംസാരിച്ചാൽ പോലും അതിന് പോലും കാതു കൊടുക്കാറില്ല. ആ സ്വരം കേട്ടിട്ടോ അയാൾക്ക് വേണമെങ്കിൽ ട്രെയിനിൻ്റെ അടി ചാടാം. നീ എന്തിനു മരിക്കണം ചോദ്യം കേട്ടിട്ടോ ആ സഹോദരിക്ക് വേണമെങ്കിൽ തൂങ്ങിച്ചാകാം. ദൈവം ചോദിച്ചാലും അല്ലെങ്കിൽ ചില സംഭവത്തിലൂടെ ദൈവം നമ്മളെ അനേകായിരങ്ങൾ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ജീവനിലേക്ക് വരുമ്പോൾ അനേകം പേരെ പിശാച് അവരുടെ കണ്ണിൽ നിന്നത് മറച്ച് അവരെ ആ വഴിക്ക് കൊണ്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിപ്രഷനും വിഷാദരോഗവും ഇതൊക്കെ കൂടപ്പുറപ്പായിട്ട് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിലുണ്ടാകും. കാരണം പർദീസായിൽ ആദ്യ മനുഷ്യർ പാപം ചെയ്ത അന്ന് മുതൽ ദൈവവചനം പറയാണ്, നീ മൂലം ഈ മണ്ണ് ശപിക്കപ്പെട്ടതാണ്. ഈ ശപിക്കപ്പെട്ട മണ്ണിൽ നന്മ മാത്രമായിരിക്കില്ല, ഇതൊക്കെ നമ്മുടെ കൂടപ്പുറപ്പായിട്ടുണ്ടാകും. കടലിൽ, പുഴയിൽ വഞ്ചി തിരമാലകൾ കീറി മുറിച്ച് മുന്നോട്ട് പോകുന്ന പോലെ ഇതിനെയെല്ലാം വകഞ്ഞു മാറ്റി ദൈവവിശ്വാസികൾ മുന്നോട്ട് പോകുന്നു. ദൈവവിശ്വാസിക്കും അല്ലാത്തവർക്കുള്ളൊരു വ്യത്യാസം എന്താണ്? ദൈവവിശ്വാസിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യാനുള്ള ഊർജം ദൈവത്തിൽ നിന്ന്, അത്യുന്നതൻ്റെ ശക്തി ആ വ്യക്തിയിൽ പ്രകടമാകുന്നു. മറ്റവരെയും അനുഗ്രഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നവർ തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം അത്യുന്നതൻ്റെ അദ്ദേഹം കണ്ടെത്തിയതുപോലെ അത്യുന്നതൻ്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖ കാരണം. അത് തിരിച്ചറിയാൻ വേണ്ടി അദ്ദേഹം ചെയ്തത് കഴിഞ്ഞ നാളുകളിൽ ദൈവം പരിപാലിച്ച രീതിയെ അദ്ദേഹം ധ്യാനിച്ചു, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു. അതുകൊണ്ട് നമുക്കൊരു ദൈവമുണ്ട്, ദൈവപുത്രനുണ്ട്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവസാനത്തുള്ള രക്തം വരെ ചിന്തിയ യേശു ക്രിസ്തു. ആ ഈശോയാണ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം, സമാധാനം നൽകാം. നിങ്ങൾ ഭയപ്പെടേണ്ട. ഇത് നമ്മളോട് ആവർത്തിച്ച് പറയുന്ന ദൈവമുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും ഈ തിരുവചനം കേൾക്കുന്നെങ്കിൽ, ഇപ്പോൾ നമുക്ക് വലിയ കൂട്ടം കൂടി പോകാനല്ലേ പ്രശ്നമുള്ളൂ. പള്ളികളുടെ വാതിൽ തുറന്നു കിടപ്പുണ്ട്. ഒരല്പസമയം അവിടെ ഇരിക്കുക തമ്പുരാൻ്റെ മുമ്പിൽ. ഒരുപക്ഷെ പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇല്ലെങ്കിൽ ദൈവം മനസ്സിലാക്കിക്കൊള്ളും. ആ വാഗ്ദാനം അനുസരിച്ച് ആ ഭാരം അവിടുന്ന് ഏറ്റെടുത്ത് ആശ്വസിപ്പിച്ച് തിരിച്ചയക്കും. തിരിച്ചു വന്ന് നന്ദി പറഞ്ഞ് ഒരു നല്ല മകനായി നല്ല മകളായി ജീവിതത്തിൽ മുന്നേറുക. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസ്ഹാക്കിൻ ഇടയനേ ആരാധന, ഇസ്രായേലിൻ രാജനേ ആരാധന. ആരാധന 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 ആരാധന. ആത്മാവിലായിരം മുറവുണങ്ങിടും ആത്മീയ നിമിഷമേ ആരാധന. ആത്മശരീര വിശുദ്ധി നൽകും അനുഗ്രഹ നിമിഷമേ ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിടും ആത്മീയ നിമിഷമേ ആരാധന.
നമ്മൾ ഏതാനും പേരല്ല, ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് ഈ സമയം ഈ തിരുവോസ്തിയുടെ മുൻപിൽ ആയിരങ്ങളുണ്ട്, പതിനായിരങ്ങളുണ്ട്. അവരോട് ചേർന്ന് നമ്മൾ ആരാധിക്കുമ്പോൾ അതൊരു വലിയ ശക്തിയാണ്. ഈശോ പറഞ്ഞു, 2 or 3 പേര് എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാനുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു സമൂഹമാണ്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ ഈശോയുടെ തിരുമുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ ആത്മാവിൽ പാപബോധമുണ്ടാകുന്നു. ചെറിയ തെറ്റുപോലും നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. മനസ്സിന് ശാന്തി ലഭിക്കുന്നു. ചെറിയ ചെറുതോ വലുതായ തെറ്റുകളിൽ അകപ്പെട്ടു, അത് കുറ്റബോധമായി മാറി. അന്നത്തെ കാലത്ത് വധശിക്ഷ അറിയിക്കുന്ന ഒരു തെറ്റ് ചെയ്ത ഒരു സ്ത്രീയാണ് പിടിക്കപ്പെട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ. ഈശോ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനും നിന്നെ വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. ആ യേശുവിൻ്റെ സന്നിധിയിൽ കുറ്റബോധത്തിന് സ്ഥാനമില്ല. ചെയ്ത് തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, ആ തെറ്റിനെ ആവർത്തിക്കില്ല എന്ന തീരുമാനമുണ്ടെങ്കിൽ, യേശു ലോകത്തിലേക്ക് വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ അനുതാപത്തിലേക്ക് ക്ഷണിക്കാനാണ് എന്ന തിരുവചനത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല. മനുഷ്യ മനസ്സിൻ്റെ സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുറ്റബോധമാണ്. തെറ്റ് സംഭവിച്ചു പോയി, അതിനെക്കുറിച്ചുള്ള ആ ദുഃഖം, അത് മനുഷ്യനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മൾ ആരാധനയിലായിരിക്കുന്ന സമയത്ത് യേശു നമ്മളെ ആശ്വസിപ്പിക്കുന്നു. തിരുവചന ശുശ്രൂഷയിൽ നമ്മൾ കേട്ടതാണ്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ, എല്ലാവർക്കും മനസ്സിൻ്റെ ഭാരമല്ല, ഒത്തിരി സന്തോഷമുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ ധാരാളം കണ്ടിട്ടുണ്ട്. പ്രതീക്ഷിക്കാത്ത ഉന്നത ജോലി അവർക്ക് ലഭിച്ചു. സ്വപ്നം കാണാൻ വകയില്ലാത്ത ജീവിത പങ്കാളിയെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ സന്തോഷിക്കുന്നവരുണ്ട്. ആ സന്തോഷവും കർത്താവിന് സമർപ്പിക്കാം. വേദനിക്കുന്നവരുണ്ട്. ആ വേദനയും കർത്താവിന് സമർപ്പിക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ആ വ്യക്തി ലോകത്തിലെവിടെയായിരുന്നാലും, അവരുടെ മനസ്സിൻ്റെ ഭാരം എന്തു തന്നെയാണെങ്കിലും, നമ്മുടെ കൊച്ചു ഭാരവും ഇറക്കി വെച്ച്, എന്നേക്കാൾ വേദനിക്കുന്ന മക്കളുടെ ഭാരത്തിന് വേണ്ടി ഞാനിപ്പോൾ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് അല്പസമയം ഭാരങ്ങൾ ഏറ്റെടുക്കുന്ന, പാപിയുടെ മേൽ കരുണ കാണിക്കുന്ന, രോഗികളെ സുഖപ്പെടുത്തുന്ന, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന, ഒരേ ഒരു വചനം കൊണ്ട് അലറി വന്ന തിരമാലകളെ ശാന്തമാക്കിയ കർത്താവിനെ ഒന്ന് ചേർന്ന് സ്വരമുയർത്തി, കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാരുണ്യവാനായ ദൈവമേ, തകർന്ന ഹൃദയത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിക്കുന്ന ഈശോയെ, അവയുടെ കാരണം എന്തു തന്നെയാണെങ്കിലും, കുടുംബ പ്രശ്നമാകാം, രോഗമാകാം, സാമ്പത്തികമാകാം, തെറ്റിദ്ധാരണയാകാം, കുറ്റം വിധിയാകാം, നിരപരാധിയായിരിക്കെ ശിക്ഷിക്കപ്പെട്ടതിൻ്റെ വേദനയാകാം, ആരെങ്കിലും സംശയിക്കുന്നതിൻ്റെ പേരിലുള്ളതാകാം. ഏത് ഭാരമാണെങ്കിലും കർത്താവേ, കടലിനോട് അടങ്ങുക, ശാന്തമാകുക എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ ആ ശക്തി ഈ മുറിവേറ്റ ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുത്തി തുറക്കപ്പെട്ട ഹൃദയത്തിൽ നിന്ന് ദൈവമക്കൾക്ക് വേണ്ടി അങ്ങ് ചൊരിഞ്ഞ ആ രക്തവും ആ വെള്ളവും അത് ഈ മകനെ മകളെ ഇപ്പോൾ കഴുകി ശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ തകർന്ന ഹൃദയത്തിലൂടെയാണ് വന്നതെങ്കിൽ, ഏതാനും നിമിഷത്തെ ആരാധന കഴിയുമ്പോൾ മനസ്സിൽ സ്വർഗീയമായി ശാന്തി, സമാധാനം, സന്തോഷം കൊണ്ട് ആ വ്യക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ യേശു സാന്നിധ്യം ഇന്നും സജീവമാണെന്ന് അനുഭവത്തിലൂടെ ആ വ്യക്തി സാക്ഷ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയുടെ കൃപയോർത്ത് നന്ദി പറയുന്നു. ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും മഴ പെയ്യിക്കുന്ന, സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വിഷാദ രോഗത്തിൽ കഴിയുന്ന മക്കൾ, ടെൻഷനിൽ കഴിയുന്ന മക്കൾ, ആത്മഹത്യ പ്രവണതയുള്ളവര്, ഇവരെല്ലാം അങ്ങയുടെ തുരുമ്പിൽ സമർപ്പിക്കുന്ന ഈശോയെ, നശിപ്പിക്കാൻ വന്നിരിക്കുന്ന പിശാചിന്റെ പിടിയിൽ നിന്ന്, ആത്മഹത്യയിൽ നിന്ന് ഈ മക്കളെ അങ്ങ് മോചിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ധാരാളം മക്കൾ ജീവിതം അവസാനിപ്പിക്കുന്നു.
നിരാശ അവരെ പിടികൂടുന്നു. അവർ ജീവിതം ഒരു മുഴം കയറിൽ അവസാനിപ്പിക്കുന്നു. ഈ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈശോയെ. ആത്മഹത്യ പ്രവണതയുള്ള ഓരോ വ്യക്തിയും യേശു നാമത്തിൽ അതിൽ നിന്നും മോചനം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതീക്ഷ നഷ്ടപ്പെട്ട മനസ്സുകൾ, അന്ധകാരം നിറഞ്ഞു കിടക്കുന്ന മനസ്സുകളിലേക്ക് വെളിച്ചമാകുന്ന യേശുവിന്റെ കിരണങ്ങൾ നിർഗളിച്ച് അവിടെ പ്രകാശം പരത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് കർത്താവ് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തന്നിലേക്ക് തന്നെ ചുരുങ്ങുന്ന പ്രവണത കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറ്റബോധം നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിച്ച നല്ലവനായ ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, ആരാധിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി. വിളിച്ചപേക്ഷിക്കുന്ന മക്കളിലേക്ക് അങ്ങയുടെ സമ്പത്ത് വർഷിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം കർത്താവേ, നന്ദി. യേശുവേ സ്തോത്രം കർത്താവേ, നന്ദി. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വിടുതലും സൗഖ്യവും നൽകണമേ. ഞാനിതാ വിളിക്കുന്നു, ഈശോയെ വരേണമേ. ഞാനിതാ വിളിക്കുന്നു, ഈശോയെ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിക്കാൻ നീ വരേണമേ. കരഞ്ഞു കരഞ്ഞു ഞാൻ തളർന്നിടുമ്പോൾ കരം പിടിക്കാൻ നീ വരേണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, എൻ യാചന കേൾക്കണമേ. വചന പ്രഘോഷണ വേളയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിലെ 41-42 വചനം നമ്മൾ ധ്യാനിക്കുകയുണ്ടായി. സമാധാനത്തിനുള്ള മാർഗം ഈ ദിവസങ്ങളിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇപ്പോഴുള്ള ചില നമ്മുടെ കൂട്ടുകെട്ട് അത് നമ്മളെ അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിലേക്ക് നയിക്കും. അവരെ വിട്ടിറങ്ങി വരിക. ഇപ്പോൾ നമ്മൾ സുഖം തേടിപ്പോകുന്ന ചില വസ്തുക്കൾ, സാഹചര്യങ്ങൾ അത് നമ്മളെ നിരാശയിലേക്ക് നയിക്കും. മദ്യത്തിലോ മയക്കുമരുന്നിലോ സമാധാനം തേടിപ്പോകുന്നുണ്ടെങ്കിൽ അത് വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കുള്ള പ്രയാണമാണ്. അതിൽ നിന്ന് തിരിച്ചു വരിക. ഒരുപക്ഷെ അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം. മിലിറ്ററി ജീവിതത്തിൻ്റെ ഇടയിൽ ഒരു സാഹചര്യത്തിൽ ഞാനും അതുപോലെ തന്നെയായിരുന്നു. മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും തിരിച്ചു വരണമെന്നൊരു മനുഷ്യൻ എന്തുമാത്രം ആഗ്രഹിക്കാം. അതിൻ്റെ അപ്പുറം ആഗ്രഹിച്ചതാണ്, അതിൻ്റെ അപ്പുറം പരിശ്രമിച്ചതാണ്. പക്ഷേ എനിക്ക് അതിൽ നിന്ന് കരകയറാൻ സാധിച്ചില്ല. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം നരളി ചെയ്ത കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു 5 ദിവസം 1982 അവിടുത്തെ സന്നിധിയിൽ വന്നു. സന്നിധിയിൽ പലരും ചെല്ലുന്നുണ്ട്. അതുകൊണ്ട് സമാധാനം കിട്ടണമെന്നില്ല. എപ്പോഴാണ് സമാധാനം കിട്ടുന്നത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. 5 ദിവസം ധ്യാന ഗുരുക്കന്മാർ ദൈവവചനം പ്രഘോഷിച്ചു, കേട്ടു, പഠിച്ചു. അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചു. അത് സമാധാനമായി, അത് വിടുതലായി, അത് മോചനമായി.
അതുകൊണ്ട് അവരെ വിട്ടിറങ്ങി വരിക. ഒരിക്കലും നിങ്ങൾ ഇത്ര നാളുകളായിട്ട് സമാധാനം തേടി മദ്യഷാപ്പിലോ ക്ലബിലോ മറ്റു പലതിലും പോയിട്ടുണ്ടാവും. അനുഭവത്തിൽ ചിന്തിക്കുക, നിങ്ങൾക്ക് സമാധാനം കിട്ടിയോ? എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കൂട്ടുകെട്ട് ഉപേക്ഷിച്ചുകൂടാ? അവരെ വിട്ടിറങ്ങി വരിക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് ധ്യാനങ്ങളില്ലാത്ത അവസരമാണ്. പ്രാർത്ഥനാപൂർവം വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുക. എത്രയോ ബുക്കുകൾ വായിച്ചു, പഠിച്ചു, ഡിഗ്രി എടുത്തു. ഇനിയും ബൈബിൾ ഒരു ആവൃത്തി പോലും വായിച്ചിട്ടില്ലാത്ത എത്രയോ ക്രിസ്ത്യാനികൾ നമ്മുടെ ഇടയിലുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ബൈബിൾ വായിച്ചിട്ടില്ല. എങ്ങനെയാണ് സമാധാനം നമുക്ക് ലഭിക്കുന്നത്? എന്നിൽ നിന്ന് പഠിക്കുവിൻ, അപ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടും. പുറപ്പാടിൻ്റെ പുസ്തകം 23:25. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. മദ്യക്കുപ്പിയും കഞ്ചാവിനെയും ഒരു മനുഷ്യൻ വെച്ച് നീട്ടുന്ന വില കുറഞ്ഞ സ്നേഹം അവിടെ ആരാധന സമർപ്പിക്കാൻ പോയത് കൊണ്ട് നിരാശയെ നമുക്ക് ലഭിക്കും. സമരിയക്കാരി സ്ത്രീയോട് ഈശോ പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന വെള്ളം, ദൈവസ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം, അത് ജീവിതത്തിൽ ഒരിക്കൽ പാനം ചെയ്താൽ പിന്നെ ആ വ്യക്തിക്ക് ദാഹിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ആരാധിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. വിദേശ രാജ്യങ്ങളിൽ വലിയ സ്വപ്നങ്ങൾ കണ്ടു. ചിലരുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു. ഇപ്പോഴ് പടർന്നു പന്തിരിച്ചിരിക്കുന്ന മഹാമാരി പലരുടെയും സ്വപ്നങ്ങൾ തല്ലിക്കൊഴിച്ചു. പോകാനെടുത്ത കടം പോലും വീട്ടാൻ പറ്റുന്നില്ല. നാട്ടിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സത്യമാണ്, അറിയില്ല. എല്ലാം അറിയുന്നൊരു ദൈവമുണ്ട്. അവൻ വിളിക്കുന്നു തൻ്റെ പക്കലേക്ക്. ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന നീ ആരാധിക്കുക, നിന്റെ ദൈവത്തെ ആരാധിക്കുക. അവിടെ നിന്റെ മുൻപിൽ പുതിയ വഴി ഞാൻ തുറക്കും. അവിടെ നിന്റെ വരുമാന മാർഗത്തെ ഞാൻ ആശീർവദിക്കും. 5 അപ്പം 5000 പേർക്ക് വിളമ്പി അവൻ നിന്റെ അപ്പത്തെ ആശീർവദിക്കും. ചെങ്കടൽ പാതയൊരുക്കുകയും നിനക്ക് വേണ്ടി ഒരു പുതിയ പാത തുറക്കും. ഇപ്പം നിനക്ക് ചെയ്യാൻ പറ്റുന്ന നിരാശയിലേക്കല്ല നീ പോകേണ്ടത്, മദ്യഷാപ്പിലേക്കല്ല നീ പോകേണ്ടത്. നിന്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാകുകയില്ല. നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. ഇതൊക്കെയല്ലേ മനുഷ്യർ ആഗ്രഹിക്കുന്നത്? എന്താ ചെയ്യാൻ പറയുന്നത്? ലക്ഷങ്ങൾ മുടക്കുള്ള വല്ല കാര്യവും ചെയ്യാൻ പറയുന്നുണ്ടോ? നിന്റെ ദൈവമായ കർത്താവിൽ നീ പഠിക്കണം. അവിടുത്തെ വചനം നീ ധ്യാനിക്കണം. അവിടുത്തെ തിരുതുമ്പിലിരുന്ന് നീ ആരാധിക്കണം. ഇത്രയും ചെയ്യുമ്പോൾ ഇന്നത്തെ വിഷാദരോഗം പടർന്നു പിടിച്ച്. എന്താ കാരണം? ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 2:13, എൻ്റെ ജനം 2 തെറ്റ് ചെയ്തു. ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ അവർ ഉപേക്ഷിച്ചു. ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിച്ച്. അവിടുന്നല്ലേ ഈ വിഷാദരോഗം കടന്നു വന്നത്? അവിടുന്നല്ലേ ഈ പിരിമുറുക്കം കടന്നു വന്നത്? മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, പിരിമുറുക്കത്തിൻ്റെ 4 കാരണങ്ങൾ അവർ പറയുന്നത്. 1, സൂചിപ്പിച്ച പോലെ കുറ്റബോധം. അതിനൊരു ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം അറിയുന്നൊരു വ്യക്തിക്ക് കുറ്റബോധത്തിന് സ്ഥാനമില്ല. യെശയ്യാ 43:18 പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട. ഇതാ ഞാൻ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നു, അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ? കൊലപാതകം ചെയ്തിട്ടുണ്ടാവും, മറ്റു പലതും സംഭവിച്ചിട്ടുണ്ടാവും. നീ അനുദപിച്ച് തിരിച്ചു വന്ന് ക്രിസ്തുവിൽ മോചനം നേടിയൊരു വ്യക്തിയാണെങ്കിൽ നീ കഴിഞ്ഞതിനെയും ഓർത്ത് കരയേണ്ട ആവശ്യമില്ല. യെശയ്യാ 43:25, അവരുടെ പാപങ്ങൾക്ക് നേർക്ക് ഞാൻ കരുണയുള്ളവനായിരിക്കും, ഒരു കാരണവശാലും ഞാനത് ഓർമ്മിക്കുകയില്ല. ആ ക്ഷമിച്ച പാപം. അങ്ങനെ പറയുന്നൊരു കർത്താവിൻ്റെ സന്നിധി കുറ്റബോധത്തിന് സ്ഥാനമില്ല. രണ്ടാമത്തതാണ് വെറുപ്പ്, വിദ്വേഷം. മനുഷ്യനെ തകർക്കുന്നത്. വിദ്യാഭ്യാസം ഉണ്ടാവും, സമ്പത്തുണ്ടാവും, പേരും പ്രശസ്തിയും ഉണ്ടാകും. വിദ്വേഷം ഒരു മനുഷ്യനിൽ കടന്നുകൂടിയാൽ ഇഞ്ചിഞ്ചായിട്ട് ആ വ്യക്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ലക്ഷങ്ങൾ കൊടുത്ത് വലിയ ഡോക്ടറെ കണ്ടതുകൊണ്ട് സൗഖ്യമുണ്ടാകില്ല. സൃഷ്ടാവായി ദൈവത്തിൻ്റെ വചനമനുസരിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ സൗഖ്യമുണ്ട്. ഈ വാശിയും വൈരാഗ്യം ഒരുപക്ഷെ നമ്മൾ ആരോട് വൈരാഗ്യം വയ്ക്കുന്നു, അയാളത് അറിയുന്ന പോലുമില്ല. ഞാൻ സ്വയം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് തയ്യാറാക്കാമോ ഒരു ലിസ്റ്റ്? എൻ്റെ കുടുംബത്തിൽ ദൈവത്തോട്, സഭയോട്, അധികാരികളോട്, അയൽവാസികളോട്, രാഷ്ട്രീയക്കാരോട്, അധ്യാപകരോട്, വൈദികരോട്, സിസ്റ്റേഴ്സിനോട്, എൻ്റെ ജീവിതത്തിൽ ആരോടെങ്കിലും പരിഭവമോ പകയുണ്ടോ? ഇത് നീക്കാൻ ഭൂമിയിലൊരു ഡോക്ടറും വരില്ല.
ഇത് ഞാൻ സ്വയം ചെയ്യേണ്ടതാണ്. ഈശോ നമ്മളെ പഠിപ്പിച്ചു. ഈശോ കുരിശിൽ കിടന്ന് പഠിപ്പിച്ചു, പിതാവെ അവർ ചെയ്യുന്നതെന്ന് അറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കുക, അവിടെ സൗഖ്യമുണ്ട്. ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. കത്തോലിക്കൻ എന്നുള്ള പേര് നേടിയതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല. കത്തോലിക്കൻ ക്രിസ്തു പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴാണ് ക്രിസ്തു എനിക്കിന്ന് ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അവിടുത്തെ സന്നിധിയിലേക്ക് ചെല്ലണം, അവിടുത്തെ ആരാധിക്കണം, അവിടെ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. മൂന്നാമത്തെ കാരണമാണ് ഉത്കണ്ഠ, നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ. നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠ മനുഷ്യനെ മാനസികമായിട്ട് തകർക്കുക. അതിന് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 6:33-34. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരിക, എനിക്ക് വേണ്ടത് അവിടുന്ന് നൽകും. നാളെക്കുറിച്ച് നിങ്ങൾ ഇന്ന് ആകുലപ്പെടേണ്ട, നാളത്തെ ദിവസം അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഇതൊക്കെ നമ്മുടെ ഈശോ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനെ മാനസികമായിട്ട് തകർക്കുന്ന മൂന്നാമത്തെ പോയിന്റാണ് നമ്മുടെ ഈ ഉത്കണ്ഠ നാളെക്കുറിച്ചുള്ളത്. അവസാനത്തതാണ് ഭയം, മരണഭയം, ചില മൃഗങ്ങളെ ഭയം, ചില വ്യക്തികളെ ഭയം, ഇരുട്ട് ഭയം. അങ്ങനെയുള്ള ഭയത്തിൻ്റെ വലിയൊരു മേഖലയുണ്ട്. അതിന് ഈശോ നമ്മളോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട. ഒരു വേലക്കാരി സ്ത്രീയുടെ മുൻപിൽ ഏത് ശപിക്കപ്പെട്ടവൻ ദൈവത്താണ്, ഞാനവനെ അറിയില്ലെന്ന് വിശുദ്ധ പത്രോസ് പറഞ്ഞ് ഭയം കൊണ്ടായിരുന്നു. പന്തക്കുസ്ത തിരുനാളിൽ അതേ പത്രോസാണ് 10,000ങ്ങളുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിയിൽ യേശുവിലല്ലാതെ മറ്റൊരുവനിലും രക്ഷയില്ല എന്ന് വിളിച്ചു പറഞ്ഞത് അതേ പത്രോസാണ്. അപ്പസ്തോല പ്രവർത്തനം 4:13 വാക്യത്തിൽ പറയുകയാണ്, അവർ വിദ്യാവിഹീനരായ സാധാരണ മനുഷ്യരാണെന്ന് മനസ്സിലാക്കുകയും അവരുടെ ധൈര്യം കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അതുകൊണ്ട് ഈശോ പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അപ്പൊ ഭയം എന്തിനെയാ സൂചിപ്പിക്കുന്നത്? എവിടെയോ ഞാനും യേശുവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, ഭയത്തിൽ സ്നേഹത്തിൽ ഭയത്തിനിടമില്ല. ഞാനും എൻ്റെ യേശുവുമായിട്ടുള്ള ആ സ്നേഹബന്ധം ദൃഢമാണെങ്കിൽ പിന്നെ അവിടെ ഭയത്തിനിടമില്ല. ഈ 4 കാരണങ്ങളാണ് നമ്മുടെ മനസ്സിനെ അലട്ടുന്നത്. അത് വിഷാദത്തിലേക്ക്, ടെൻഷനിലേക്ക്, ആത്മഹത്യയിലേക്ക്, എല്ലാ പേരും പ്രശസ്തിയൊക്കെ ഉണ്ട്. സിനിമാ നടന്മാർ ആത്മഹത്യ ചെയ്യുന്നു, ഡോക്ടേഴ്സ് ആത്മഹത്യ ചെയ്യുന്നു. എന്തില്ലാഞ്ഞിട്ട്? ഒന്നില്ലാഞ്ഞിട്ട് ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാത്തത് കൊണ്ട്. കെട്ടുകഥയിലെ ഒരു കഥാപാത്രമല്ലല്ലോ നമ്മുടെ നാഥൻ. അവൻ ഇന്നും ജീവിക്കുന്നുള്ളതിൻ്റെ തെളിവെന്താണ്? അടയാളങ്ങളിലൂടെ അവൻ വചനം സ്ഥിരീകരിക്കുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഒന്ന് മുട്ടാമോ ആ വാതിൽ, ഒന്ന് വിളിക്കാമോ ആ നാമം, ഒന്ന് തേടാമോ അവിടുത്തെ, നിശ്ചയമായും കണ്ടെത്തും. ഞാൻ നശിച്ചു, ഞാൻ തകർന്നു എന്ന് പറഞ്ഞ് മുറിയിലിരുന്ന് മോങ്ങി ജീവിതം പാഴാക്കേണ്ടവനല്ല ഒരു ദൈവ പൈതൽ. തൻ്റെ സൃഷ്ടാവായി ദൈവത്തെ അന്വേഷിച്ച് കുത്തിത്തുളയ്ക്കപ്പെട്ട ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ സ്നേഹം സ്വീകരിച്ച്, പുത്തൻ ഉണർവ് സ്വീകരിച്ച്, ഭൂമിയിലെ വെല്ലുവിളികളെ ഏറ്റെടുത്ത് ആ ഓട്ടം പൂർത്തിയാക്കി നിത്യസമ്മാനം നേടേണ്ടവനാണ് ഒരു വിശ്വാസി, തളർന്നിരിക്കേണ്ടവനല്ല. തെസ്സലോനിക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് പറയാണ്, എപ്പോഴും സന്തോഷത്തിലിരിക്കുവിൻ, എപ്പോഴും സന്തോഷത്തിലിരിക്കുവിൻ. എന്താണ് അതിൻ്റെ അർത്ഥം? പ്രതീക്ഷയുള്ള, പ്രത്യാശയുള്ള മനസ്സിൻ്റെ ഉടമയായിരിക്കുക. ആർക്കാണ് പ്രതീക്ഷ, പ്രത്യാശ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. 1 സാമുവേൽ 1-ാം അധ്യായത്തിൽ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഹന്ന ഹെൽക്കാന ദമ്പതികൾ. ഇന്ന് മക്കളില്ലെങ്കിൽ മക്കളില്ലെന്നുള്ളതേ ഉള്ളൂ. അന്നൊരു ശാപമായിട്ടാണ് കണക്കാക്കുന്നത്. അവരെ സമൂഹം ഒറ്റപ്പെടുത്തുക. ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ കുറ്റപ്പെടുത്തുന്നു. പൊട്ടിക്കരഞ്ഞ് അവൾ ദേവാലയത്തിൽ വന്നത്, മുൻപിലിരുന്ന് ദൈവത്തോട് കണ്ണീരോട് പ്രാർത്ഥിക്കുക. ശബ്ദം വെളിയിൽ വന്നില്ല. ഏലി പുരോഹിതൻ പിന്നിലൊരു പീഠത്തിലിരിക്കുകയാണ്. ഈ സ്ത്രീയുടെ ആ ചലനങ്ങൾ കണ്ടപ്പോൾ മദ്യപിച്ച് ലക്ക് കെട്ടതാണെന്ന് തോന്നി. അവളെ ശാസിച്ചു, നിന്റെ ലഹരി അവസാനിപ്പിക്കുക, വീട്ടിൽ പോകുക. ആ സഹോദരി പറഞ്ഞു, എന്നെ അധപ്പതിച്ചൊരുവളായി കാണരുതേ. ഞാൻ വളരെയേറെ വേദനയോടുകൂടിയാണ് ദൈവസന്നിധിയിൽ വന്നത്. എൻ്റെ ഹൃദയത്തിൻ്റെ വേദന ഞാൻ ദൈവസന്നിധിയിൽ പകരുകയായിരുന്നു. ആ പുരോഹിതന് സഹതാപം തോന്നി. ദൈവം നിന്റെ ആഗ്രഹം സാധിച്ചു തരട്ടെ. അവൾ മറുപടി പറഞ്ഞു, എനിക്കത് മതി. അടുത്ത വചനം പറയാൻ, പിന്നെ അവളുടെ മുഖം മ്ലാനമായിട്ടില്ല. പിന്നെ അവളുടെ മുഖം മ്ലാനമായിട്ട്, ഇത് ആരാധന എന്ന് പറയുന്നത്. അവൾ കുഞ്ഞിനെ കിട്ടി, അത് പിന്നെയാണ്. കിട്ടോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ. ദാനിയേലിനെയും കൂട്ടരെയും തീച്ചുള്ളിലേക്ക് വലിച്ചെറിഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ വരുമ്പോൾ ആ തീ കെടുത്തിക്കൂടെ? തീ കൂടുതൽ ശക്തമായിട്ട് ആളി പടർന്നു.
പക്ഷെ ആ തീജ്വാല അവരെ സ്പർശിച്ചില്ല. അവരുടെ കൂടെ നിൽക്കാൻ ഒരു ദൂതനെ ദൈവം അയച്ചു. ഇതാണ് ഇന്ന് സംഭവിക്കുന്നത്. ആരാധനയിൽ ദഹിക്കാൻ ദൈവം അനുവദിക്കില്ല നമ്മൾ ആരാധിക്കുന്ന മക്കൾക്ക് അവൻ്റെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഇന്ന് ജനലക്ഷങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. പ്രശ്നങ്ങളുണ്ട്. വിശ്വാസിക്കും നിരീശ്വരവാദിക്കും പ്രശ്നങ്ങളുണ്ട്. ദൈവത്തിൽ ആശ്രയമില്ലാത്തവൻ കത്തി ചാമ്പലാവുമ്പോൾ ആശ്രയമുള്ളവൻ ആ തീ ജ്വാലയിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കും. അങ്ങനെയുള്ള വിശ്വാസികളെയാണ് ഇന്ന് ദൈവം അന്വേഷിക്കുന്നത്. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വാഗ്ദാനം നമ്മിലും നമ്മുടെ കുടുംബത്തിലും നിറവേറട്ടെ. ഈ വിഷാദ രോഗവും ഈ നിരാശയും കുറ്റബോധവും ഒക്കെ മാറി ഈ ഭൂമിയിലെ 4 ദിവസത്തെ ജീവിതം ദൈവത്തോട് ചേർന്ന് സന്തോഷിച്ച് ജീവിക്കാനുള്ള കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണയുള്ള ദൈവമേ, ജോലി തിരക്കിൻ്റെ ഇടയിൽ പകലത്തെ അധ്വാനത്തിന് ശേഷം ഈ സമയം ആ അങ്ങയുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആ മക്കളുടെ ദാഹം അങ്ങ് മുഖവിലേക്ക് എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകലത്തെ അധ്വാനത്തിന് ശേഷമാണ് അവർ ഉണർന്നിരുന്ന് അങ്ങയുടെ ആരാധനയിൽ പങ്കെടുക്കുന്നത്. കർത്താവേ, അവർ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ ഉത്തരം നൽകണമേ. കർത്താവേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലൂടെ അങ്ങ് അരുളി ചെയ്ത വാഗ്ദാനങ്ങൾ അങ്ങേ തേടുന്ന, അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന, അങ്ങേ ആരാധിക്കുന്ന മക്കളിൽ അങ്ങ് നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മനസ്സിൻ്റെ സകല ഭാരങ്ങളും സൂര്യപ്രകാശത്തിൽ മൂടൽ മഞ്ഞെന്നതുപോലെ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അവരെ വിട്ടിറങ്ങി വന്ന് അങ്ങുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പൊട്ടക്കിണറുകൾ ഉപേക്ഷിക്കുവാൻ, ജീവജലത്തിൻ്റെ ഉറവ തേടുവാൻ, ജീവൻ തന്ന കർത്താവിനെ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെ വഴി നടത്തിയ കർത്താവെ നന്ദി, നന്ദി കർത്താവെ. കരുണ്യവാനായ ദൈവമേ, ശിരസ്സ് നമിച്ച് അങ്ങയുടെ ആരാധനയ്ക്ക് വേണ്ടി അങ്ങയുടെ മുൻപിലായിരിക്കുന്ന ഭക്തജനത്തെ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ട് അങ്ങ് കടാക്ഷിക്കണമേ. എഴുതപ്പെട്ട തിരുവചനങ്ങൾ അങ്ങേ ആരാധിക്കുന്ന മക്കളിൽ നിറവേറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സമാപന ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ.
യേശുവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമാധികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിയോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നും ജീവിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്